ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ മത്തങ്ങ ഇട്ട് കൊടുക്കുന്നു. എരിശ്ശേരി ഉണ്ടാക്കാൻ ഏകദേശം ഒരു 300 ഗ്രാം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. സിമ്പിളും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. എരിശ്ശേരിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു 150 ഗ്രാം തേങ്ങ എടുത്തിട്ടുണ്ട്. ചിരകിയ തേങ്ങ, 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പ് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതുപോലെയൊക്കെ വരണം. മത്തങ്ങ നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർക്കാം. മത്തങ്ങ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ മത്തങ്ങക്കറി ഏകദേശം 3/4 ഭാഗം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കാം. അതിലേക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങാപ്പീര ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വറക്കാം. ഏകദേശം നമ്മുടെ തേങ്ങാപ്പീര ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കുക. എരിശ്ശേരി തയ്യാറാക്കിയിട്ട് കമൻറ്റുകൾ അറിയിക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ മത്തങ്ങ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ എരിശ്ശേരി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.